Welcome to Zen Smile. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് പറ്റുന്ന ഒരു സ്നാക്കാണ്. വളരെ ടേസ്റ്റിയും വളരെ ക്രിസ്പിയുമായിട്ടുള്ള ഒരു സ്നാക്ക്. അരിപ്പൊടി കൊണ്ടാണ് ഈ സ്നാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം അരിപ്പൊടി വാട്ടിയെടുക്കാം. അതിനായി ഒരു പാനിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പൊടിക്ക് 1/4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇത് തിളച്ചു വരുന്നതിന് മുമ്പായി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം അല്ലെങ്കിൽ ചെറിയ ജീരകം, പിന്നെ 1/2 ടീസ്പൂൺ കറുത്ത എള്ളും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. ലോ ഫ്ലെയിമിലായിരിക്കണേ. ഇനി ഇത് കുറച്ച് നേരം ഹൈ ഫ്ലെയിമിലിടാം. ഇത് തിളച്ചു വരുമ്പോൾ 1 കപ്പ് അരിപ്പൊടി ചേർക്കാം. പത്തിരിക്കൊക്കെ വാട്ടിയെടുക്കുന്ന പോലെ നന്നായി വാട്ടിയെടുക്കണം. ഇതിപ്പോൾ നന്നായി വാട്ടിയെടുത്തിട്ടുണ്ട്. ഒന്ന് ചൂട് പോയ ശേഷം നന്നായി കുഴച്ചെടുക്കാം. ഇത് നന്നായി സോഫ്റ്റ് ആയിട്ട് എടുക്കണം. ഇതിൽ നിന്നും ഒരു പീസ് എടുത്ത് കുഞ്ഞു കുഞ്ഞു ബോളുകളാക്കി മാറ്റാം. ഞാനിവിടെ പത്തിരി പ്രസ് യൂസ് ചെയ്തിട്ടാണ് ഇത് പരത്തിയെടുക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ വലിയ ബോളായിട്ടെടുത്ത് അത് പരത്തി അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. എല്ലാ ബോൾസും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പത്തിരി പ്രസ്സിൽ കുറച്ച് എണ്ണ തടവി അതിൽ 2, 3, 4 ബോൾസ് എടുത്ത് നമുക്ക് പരത്തിയെടുക്കാം. ഇനി ഒരു ഫോർക്ക് കൊണ്ട് മെല്ലെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ വലിയ ബബിൾസ് ആയി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ അല്ലാതെയും ചെയ്യാം. ഇവിടെ ഞാൻ ഫോർക്ക് യൂസ് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ടാണ് എടുക്കുന്നത്. ഇനി ഒരു പാനിലേക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാം.
മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ഇതിൽ എക്സസ് ആയി വന്നിട്ടുള്ള എണ്ണയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റുന്നത്. ഇതുപോലെ ബാക്കിയുള്ള എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രിസ്പി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണിത്. ഇത് മാസങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കാനുമാകും. പുറത്തുനിന്ന് വാങ്ങാതെ വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.